ഹേയ് ഇന്ന് ഞാൻ എൻ്റെ ബൈക്കിൻ്റെ പുതിയൊരു സംഭവം റിപ്പയർ ചെയ്ത് നോക്കാൻ പോവാണ്. ഇതുവരെ ഞാൻ എൻ്റെ ബൈക്കിൻ്റെ ഓയിൽ ചേഞ്ചിങ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ബ്രേക്ക് ചേഞ്ചിങ് ആയിക്കോട്ടെ, ചെയിൻ സ്പോക്കറ്റും ചേഞ്ചിങ് ആയിക്കോട്ടെ, ചെയിൻ ടൈറ്റനിങ് ആയിക്കോട്ടെ, ഇതേപോലത്തുള്ള ഒരുപാട് മെയിൻ്റനൻസ് പണികൾ ഞാൻ തന്നെയാണ് എടുക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ബൈക്കിൻ്റെ ഫ്രണ്ടിലേക്ക് വന്ന് നോക്കിയപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. എൻ്റെ ബ്രേക്കിൻ്റെ, അതായത് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കിൻ്റെ പ്ലേറ്റ് മൊത്തത്തിൽ തേഞ്ഞ് തീർന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതേ ഇങ്ങോട്ട് നോക്കൂ, ഇത് മൊത്തത്തിൽ തേഞ്ഞിട്ട് ഇവിടെ വര 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 പോലെ വന്നിട്ടുണ്ട്. തന്നെയല്ല, ഇവിടെ ഒരു കട്ടിങ് ഉണ്ട്. ഈ കട്ടിങ് എങ്ങനെ ആയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തടി ഉണ്ടായിരുന്നു ഈ ഡിസ്കിന്. ഈ ഡിസ്ക് തേഞ്ഞ് 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 എല്ലാം കൂടെ ബ്ലേഡ് പരുവത്തിലായി. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ സ്പീഡിൽ പോയി പെട്ടെന്നൊരു ബ്രേക്ക് പിടിക്കുന്ന സമയത്തോ അതല്ലെങ്കിൽ നമുക്ക് ബ്രേക്ക് പിടിച്ചുകൊണ്ട് ഇറങ്ങിറങ്ങുന്ന സമയത്തോ ഡിസ്ക് പ്ലേറ്റ് പൊട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. കാരണം മുഖം കുത്തി റോട്ടുമ്മൽ വീഴും, നല്ല ഇഞ്ചുറി വരും. അപ്പോൾ ഇത് സോ ഡേഞ്ചറാണ്. അപ്പോൾ ഇനി അത് മാറ്റലാണ് ഇന്നത്തെ പരിപാടി. സോ എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ഡിസ്ക് പ്ലേറ്റ് ചേഞ്ച് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഞാനൊന്ന് നോക്കട്ടെ. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊരു 30% പാളാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഒരു 70% മാത്രമേ ഇത് ഞാൻ സക്സസ് ആയി കാണുന്നുള്ളൂ. കാരണം ഡിസ്ക് പ്ലേറ്റിൻ്റെ ബോൾട്ട് എന്ന് പറയുന്നത് അലങ്കി ബോൾട്ടാണ്. സോ എൻ്റെ അലങ്കി ബോൾട്ട് കൊണ്ട് എനിക്ക് ദൂരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ അലങ്കി ബോൾട്ടിൻ്റെ അതിൻ്റെ ഒരു ത്രെഡ് ഉണ്ടാവുമല്ലോ, അത് സ്ലിപ്പായി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കിത് വർക്ക്ഷോപ്പ് കൊണ്ട് കൊടുക്കുക, അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് വീൽ നട്ട് അഴിക്കുകയാണ്. സോ ഫ്രണ്ട് വീൽ നട്ട് അഴിക്കാനായിട്ട് ഞാനിവിടെ 17 റിംഗ് സ്പാനറാണ് എടുക്കുന്നത്. സോ നമുക്ക് അഴിക്കാം. അങ്ങനെ പോലുമില്ല. ഈ വീൽ നട്ടൊക്കെ ആക്ച്വലി കുറേ കാലമായി ഉപയോഗിക്കാത്തത് കൊണ്ട് ഭയങ്കര ടൈറ്റാണ്. നമുക്ക് ഈ 17 ഇവിടുത്തെ വീൽ നട്ട് അഴിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഭാഗം തിരിക്കുന്ന സമയത്ത് ആ ഭാഗം ഓട്ടോമാറ്റിക്കലി തിരിയും. അപ്പോൾ ഇവിടെ നമുക്കൊരു സ്ക്രൂ ഡ്രൈവർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതവിടെ ലോക്കാക്കി പിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഇവിടെ ലോക്കാക്കിയിട്ട് വേണം നമുക്ക് ഇത് അഴിക്കാനായിട്ട്. അങ്ങനെ വീൽ നട്ട് നമ്മളിപ്പോൾ സക്സസ്ഫുള്ളി അഴിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ചുറ്റിക ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ തട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീൽ ബോൾട്ട് അപ്പുറത്തേക്ക് അഴിഞ്ഞു പോരും. ഇനി അടുത്തത് ചെറിയൊരു ടാസ്ക് ഉണ്ട്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഓൾറെഡി ഈ പറഞ്ഞ ഡിസ്ക് തേഞ്ഞിരിക്കുകയാണെന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടുള്ള വിഷയം എന്ന് പറയുന്നത്, ഈ ഡിസ്ക് പാഡ് ഈ ഡിസ്കിൻ്റെ ഈ ഒരു ഗ്യാപ്പിൽ കുടുങ്ങി കിടക്കുകയായിരിക്കും. തന്നെയുമല്ല, ഇതിൻ്റെ ഈ ഒരു പാർട്ടിലും 2 എഡ്ജുകളുണ്ട്. കാരണം ഡിസ്ക് വന്ന് തേയുന്നത് ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ ഇവിടെ ഒരു വരമ്പ് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ മേ ബി ഈ ഡിസ്ക് ഇവിടെ കുടുങ്ങി കിടക്കും. അപ്പോൾ ടയറിൻ്റെ മുകളിൽ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വിട്ട് കിട്ടാൻ ചിലപ്പോൾ പണിയായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഡിസ്ക് പാഡ് ഊരേണ്ടി വരും. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ക്ലിപ്പുണ്ട്. അപ്പോൾ ആ ക്ലിപ്പ് ഞെക്കിയിട്ട് നൈസായിട്ട് ഈ ക്ലിപ്പ് പുറത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഡിസ്ക് പാഡ് ഊരാൻ പറ്റും. അങ്ങനെ ഇത് ഊരാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇത് നൈസായിട്ടൊന്ന് തള്ളി കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങ് ഊരിപ്പോരും. ദേ കിടക്കുന്നു. ഡിസ്കിൻ്റെ കാലിപ്പർ ഊരാനായിട്ട് നമ്മൾ 12 ടീ സ്പാനറാണ് എടുക്കുന്നത്. സോ അതും കൂടെ തിരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ബോൾട്ട് കിട്ടും. ഇതിപ്പോൾ ഡിസ്ക് കാലിപ്പർ ഊരിയപ്പോൾ തന്നെ അതിൻ്റെ മുകളിൽ നിന്ന് ടയർ താഴേക്ക് അങ്ങോട്ട് വീണു ഓട്ടോമാറ്റിക്കലി. അപ്പോൾ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാലിപ്പറിനുള്ളിൽ ഡിസ്ക് പാഡിനുള്ളിൽ ഡിസ്ക് കുടുങ്ങി കിടക്കുകയാണ്. അപ്പോൾ അതിനി അഴിക്കണം. മേ ബി ഈ നമ്മൾ അഴിച്ച ആ വീൽ ബോൾട്ട് മിക്കവാറും അതിനകത്തേക്ക് ഒന്നുകൂടെ കയറ്റിയിട്ട് ചുറ്റിക്കൊണ്ട് അടിച്ചിട്ട് വേണ്ടി വരും കാലിപ്പർ ഇളക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ ഡിസ്ക് കാലിപ്പർ അയച്ച സമയത്ത് കണ്ടില്ലേ, സുഖമായിട്ട് നമുക്ക് ഊരാൻ പറ്റി. അപ്പോൾ ഇനി നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് വീലിൻ്റെ ആ നടുക്കിടുന്ന ബോൾട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി അത് അഴിക്കണം. അത് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടയർ കൈ കിട്ടി. അപ്പോൾ അത് അഴിക്കാം. എൻ്റെ കാലിലേക്ക് ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ നമുക്ക് ബോൾട്ടുകൾ വരുന്നത് ഈ പറഞ്ഞ പോലെ അലങ്കി ബോൾട്ടുകളാണ്. സോ ഇതിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായി കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ മേ ബി നമുക്ക് ഈ പറഞ്ഞ പോലെ വർക്ക്ഷോപ്പ് കൊണ്ടുപോയാൽ അവരുടെ അടുത്തും കഴിയില്ല. കാരണം സ്ലിപ്പായി കഴിഞ്ഞാൽ വേറെ ഓപ്ഷൻ ഇല്ല. പിന്നെ വെൽഡ് ചെയ്തിട്ടൊക്കെ എടുക്കേണ്ടി വരും. ആ ഒരു പേടി മാത്രമേ എനിക്ക് അലങ്കി ബോൾട്ടിൽ പേടിക്കാനുള്ളൂ. സോ നമ്മളിപ്പോൾ അലങ്കി ടൂൾ എടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചാണ് നമുക്ക് ഡിസ്ക് അഴിക്കേണ്ടത്. കറക്റ്റ് കുടുക്കി വേണം അഴിക്കാനായിട്ട്. ഓക്കെ, എൻ്റെ പൊന്നെ.
മിക്കവാറും ഇത് സ്ലിപ്പാകാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. സോ ഇതിൻ്റെ ഡിസ്ക് പ്ലേറ്റ് അഴിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ബോൾട്ട് ഭയങ്കരമായി ടൈറ്റാണ്. അത് കുറച്ച് റിസ്ക്കാണ്. എന്തായാലും റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറായിരിക്കുകയാണ്. നോക്കാം. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ അല്ലെങ്കിൽ ടൂള് ഇവിടെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ ഈ ഒരു ടൂളും കൂടെ വെച്ചിട്ട് ചവിട്ടി താത്താൻ പോവാണ്. അതല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഞാൻ കാണുന്നില്ല. സോ ഇതെന്താവും എന്തോ, സ്ലിപ്പായി കഴിഞ്ഞാൽ പണി പാളും. നോക്കാം എന്തായാലും. എൻ്റെ അളിയ, ഓ ഷിറ്റ്, എന്തായാലും അഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള എല്ലാം അഴിച്ചെടുക്കേണ്ടി വരും. ഞാൻ കയറി നിന്നടാ ഇതിൻ്റെ മുകളിൽ, കയറി നിന്നിട്ട് പോലും റെഡി. ഓ എൻ്റെ പൊന്നെ, ഇപ്പം നമ്മൾ എല്ലാ നെട്ടും ഇതേപോലെ അഴിച്ചെടുത്തിട്ടുണ്ട്. ഭഗവാൻ, ഇത് സ്ലിപ്പാവൂ. ജസ്റ്റ് ഒന്നൊന്ന് പാളിപ്പോയിട്ടുണ്ട് ഈ ലാസ്റ്റത്തെ നെറ്റ് അഴിച്ചപ്പോൾ. ഇനി നമുക്ക് ബാക്കിയുള്ള എല്ലാ ബോൾട്ടുകളും ഇതേപോലെ തന്നെ അഴിച്ചെടുക്കാം. ഇപ്പം എല്ലാം നമ്മൾ ലൂസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ബോൾട്ടിൻ്റെ അകത്തേക്ക് കുറച്ച് ഈ ടൂള് കയറി ഇരിക്കുന്നത് കൊണ്ട് സ്ലിപ്പ് ആവാനായിട്ടുള്ള ചാൻസ്, അതായത് ഇതിനുള്ളിലേക്ക് ഭയങ്കരമായിട്ട് കയറി നിൽക്കുന്നത് കൊണ്ട് സ്ലിപ്പ് ആവില്ല. അതല്ലായിരുന്നെങ്കിൽ മേ ബി ഇത് സ്ലിപ്പായേനെ. ഇനി നമുക്ക് ഡിസ്ക് ഊരാം. ഈ ഡിസ്ക് കണ്ടിട്ട് എനിക്ക് കുറച്ചും കൂടെയൊക്കെ ഓടാമെന്ന് തോന്നുന്നു. കാരണം കുറച്ചും കൂടെയൊക്കെ തിക്നെസ് ബാക്കിയുണ്ട്. പക്ഷേ 1,00,000 കിലോമീറ്റർ ഇപ്പോൾ ഓൾമോസ്റ്റ് 99,000 അടുപ്പിച്ച് ഞാൻ ഓൾമോസ്റ്റ് ഈ ഒരു ഡിസ്കിൽ ഓടി. അപ്പം ഇനി മാറ്റുന്നതല്ലേ നല്ലത്. ഇത്രയ്ക്ക് ഒരു ചിത്രം കാണിക്കണ്ടല്ലോ. സേഫ്റ്റിയും കൂടെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ഈ പറഞ്ഞ സ്പീഡിലൊക്കെ പോയി കഴിഞ്ഞ് ഇത് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ലാഭം നോക്കിക്കഴിഞ്ഞ് ജീവന് തന്നെ അപകട ഭീഷണിയാവും. സോ നമുക്ക് പുതിയ ഡിസ്ക് ഇടാം. അപ്പോൾ ഇനി നമ്മുടെ ഈ ഫോട്ടോ ഫ്രെയിം പോലെ ഇരിക്കുന്ന സാധനമാണ് നമ്മുടെ പുതിയ ഡിസ്ക് എന്ന് പറയുന്നത്. ഇത് ഞാൻ വാങ്ങിക്കൊണ്ട് വെച്ചിട്ട് കുറച്ച് ദിവസമായി. ചില സാങ്കേതിക കാരണങ്ങളാൽ എനിക്കിത് മാറ്റാനുള്ള സമയം കിട്ടിയിട്ടില്ല. അപ്പം ഡിസ്ക് അടിയിൽ കൂടെ പൂരിപ്പോയനെ, ഇത് നിലത്ത് വീണ് വളഞ്ഞു പോയനെ. ഇപ്പോൾ എൻ്റെ മോനെ, സെറ്റ് സാധനം കേട്ടാ. നമ്മുടെ ഈ ധൂം സിനിമയിലൊക്കെ കാണൂലേ, അതേപോലത്തെ ഒരു വെപ്പൺ പോലെ ഉണ്ട് നമ്മുടെ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കാണും. മൈക്കിൻ്റെ മാഗ്നറ്റിക് ഒട്ടിപ്പിടിച്ച് ഓരോരോ വള്ളികൾ. നമ്മുടെ ഈ ക്യാപ്റ്റൻ അമേരിക്കയൊക്കെ പോലെ തന്നെ ഓരോ വെപ്പൺസ് ഉണ്ടാവില്ലേ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ, ഇങ്ങനെ ഒക്കെ പോകുന്നത് അതേമാതിരി ഉണ്ട്. എന്തായാലും ഇത് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് പുതിയ നമ്മുടെ ഡിസ്ക് പ്ലേറ്റ് ഇവിടെ വെച്ചുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ സെറ്റ് ചെയ്ത് വെക്കാം. ഇനി ഞാനിപ്പോൾ എൻ്റെ ഒരു പേടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഊരിയൊരു ടൈറ്റ് ഉണ്ടല്ലോ, അതേ ടൈറ്റിൽ ഞാനിത് വീണ്ടും സെറ്റ് ചെയ്യണോ എന്നുള്ളതാണ് എൻ്റെ അടുത്തൊരു പേടി. കാരണം നല്ല രീതിക്ക് ടൈറ്റാണത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കയറി നിന്നിട്ട് പോലും ഇത് അഴിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത്, നമുക്ക് ഇതേപോലെ ഡിസ്ക് കാലിപ്പറിലെ ഈ 2 പിസ്റ്റൺ നമുക്ക് ഉള്ളോട്ട് തള്ളണം. അത് തള്ളിയാൽ മാത്രമേ അതൊന്ന് ഉള്ളിൽ പോവും. ആ ഉള്ളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിസ്ക് പാഡ് എളുപ്പത്തിൽ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇതിനുള്ളിലേക്ക് ഇനി ടയറും കയറണം, ഈ 2 പാഡും കയറണം. അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ട് കാണും. നമുക്കിതൊന്ന് തള്ളിയാൽ ഇത് ഉള്ളിലേക്ക് അങ്ങ് പോകും. ഈ 2 പിസ്റ്റണുകളും ഈ പറഞ്ഞ പോലെ നല്ല രീതിക്ക് തന്നെ ഉള്ളോട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഇതിനുള്ളിലേക്ക് ഒരു ക്ലിപ്പ് ആഡ് ചെയ്യണം. ഈ ക്ലിപ്പ് എന്ന് പറയുന്നത് ഡിസ്ക് തെന്നാതെ കറക്റ്റായിട്ട് പൊസിഷനിൽ ഇരിക്കാനാണ്. അപ്പോൾ ആദ്യം ആ ക്ലിപ്പ് ഇടുക. ആ ക്ലിപ്പ് ഇട്ടതിന് ശേഷം നമുക്ക് ഡിസ്ക് പാഡ് ഇടണം. സോ ഡിസ്ക് പാഡ് ഇടുക. 2 പാഡും ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഇതിൻ്റെ ആ ഒരു നീഡിൽ ഇതിനുള്ളിൽ കൂടി ഇടണം. ഇപ്പോൾ നമ്മൾ നീഡിൽ കറക്റ്റ് ഇട്ടു. ഇനി നീഡിൽ ഇട്ടതിന് ശേഷം നമുക്ക് നേരത്തെ ഊരിയെടുത്തിരുന്ന 2 ക്ലിപ്പ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാനുണ്ട്. എവിടെ അതിൻ്റെ തുള? അപ്പോൾ ഒരു ക്ലിപ്പ് ഇട്ടു. ഇനി അടുത്തൊരു ക്ലിപ്പ് ഇടണം. ഒരു ക്ലിപ്പ് ഈ ഒരു ഗ്യാപ്പിലാണ് ഇടേണ്ടത്. ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. സോ അതിങ്ങനെ പുഷ് ചെയ്തിട്ട് ഇടണം. അത് ഞാൻ കൈകൊണ്ട് തന്നെ ഇട്ടു. ഇപ്പോൾ നമ്മൾ ഡിസ്ക് പാഡ്, ഡിസ്ക് കാലിപ്പർ കംപ്ലീറ്റ്ലി സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടേക്ക് ടയർ പ്ലേസ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടേക്ക് ടയർ പ്ലേസ് ചെയ്യാണ്. ഇതിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് നമുക്ക് സ്പീഡോമീറ്ററിൻ്റെ സാധനം വരുന്നത്. അപ്പോൾ സ്പീഡോമീറ്ററിൻ്റെ ആ ഒരു സെൻസർ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. സാധനമല്ല, സോറി, സെൻസർ. അപ്പം ഇത് നമുക്ക് പൊക്കിയെടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വെച്ചിട്ട് നമ്മുടെ ആ വീലിൻ്റെ ഈ ബോൾട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നാൽ ടയർ ഓൾമോസ്റ്റ് അങ്ങനെ സെറ്റായി നിന്നോളൂ.
യാ ഇനി നമുക്ക് ഇതിൻ്റെ ബോൾട്ട് ഉള്ളോട്ട് അടിച്ച് കയറ്റണം. യെസ്, യുറേക്ക. ഇനി ഈ പറഞ്ഞ പോലെ നമുക്ക് വാഷർ ഇടുന്നു, വീൽ നട്ട് ഇടുന്നു. പരിപാടി സിമ്പിളാണ്, ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ഡിസ്ക് പാഡിൻ്റെ ഉള്ളിലേക്ക് ഈ അതായത് ഡിസ്ക് പ്ലേറ്റ് ഇതിനുള്ളിലേക്ക് കയറ്റുക. ഡിസ്ക് കാലിപ്പർ കറക്റ്റ് ഫിറ്റ് ചെയ്യുക. ഇതാണ് അടുത്ത പണി എന്ന് പറയുന്നത്. യാ സിമ്പിൾ. ഇനി 12-ൻ്റെ ഒരു ടീ സ്പാനർ എടുക്കുക. ഇതേപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പം പണികൾ മൊത്തം കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് ഓടിച്ച് നോക്കണ്ടേ? ഓക്കെയല്ലോ. ബ്രേക്ക് നല്ല അസലായിട്ട് കിട്ടുന്നുണ്ട്. ഈ അടി ചരലായതുകൊണ്ടും ടയറിന് ഗ്രിപ്പില്ലാത്തത് കൊണ്ടും സ്ലിപ്പായി പോയതാണ്. ടയർ എന്തായാലും നിൽക്കുന്നുണ്ട് ബ്രേക്ക് പിടിച്ചിട്ട്. സോ യെസ്, വി ആർ ഡൺ, സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. സത്യം പറഞ്ഞാൽ ഇത് റിപ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ കൂടെ ഒറ്റ പേടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ അല്ലെങ്കിൽ ബോൾട്ട് സ്ലിപ്പായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പണിയാണ്, അത് വെൽഡ് ചെയ്യിപ്പിക്കേണ്ടി വരും, അങ്ങനെ അയക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു പേടി മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ 30% ഇത് ഫെയിൽ ആവാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞത്. പക്ഷേ നമ്മളിത് സെറ്റാക്കി എടുത്തു സുഹൃത്തുക്കളെ. അപ്പം ഞാൻ വണ്ടി ശരിയാക്കി. ഇന്ന് എൻ്റെ ഒരു 150-200 രൂപ ഞാൻ സേവ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ സീ ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.